PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ, രണ്ടാം ഘട്ട പരീക്ഷ, അതുപോലെ PSC ഇപ്പോൾ അവസാനം നടത്തിയിട്ടുള്ള കുറേയധികം പരീക്ഷകൾ, ഇതിൻ്റെ എല്ലാം ചോദ്യപേപ്പർ വിശകലനം ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വച്ച് ഇനി നിങ്ങൾക്ക് മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദ്യങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു 30 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഉറപ്പായിട്ടും നിങ്ങൾ അവസാനഘട്ട റിവിഷന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവേണ്ട 30 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ പഠിച്ച് തീർന്നവരാണെങ്കിൽ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി ഒട്ടും പഠിച്ച് തീരാത്തവരാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ എന്തായാലും നല്ല രീതിയിലേക്ക് പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾ കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് 1857 വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു മിക്കവാറും പരീക്ഷകളിലെല്ലാം 1857 വിപ്ലവം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 1857 വിപ്ലവം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ ആക്ട്, കേന്ദ്ര ബജറ്റ്, നിർദ്ദേശക തത്വങ്ങൾ, അന്തരീക്ഷ പാളികൾ, ഈ പറയുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ തന്നെയാണ് ചോദ്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉള്ളത്. 1857 വിപ്ലവത്തിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും അല്ലാതെ ചേരുംപടി ചേർക്കാനൊക്കെ, ഇപ്പോൾ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവരും അവരുടെ പ്ലേസ് ഏതാണെന്നുള്ളതും അങ്ങനെ നമുക്ക് ചേരുംപടി ചേർക്കാനായിട്ട് ചിലപ്പോൾ തരാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമുക്ക് ചോദ്യം വരാവുന്ന ഏരിയ ആണ് ഈ പറയുന്ന 1857 വിപ്ലവം. ഭരണഘടനാ നിർമ്മാണ സഭ, ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ ആക്ട്, കേന്ദ്ര ബജറ്റ്, ചേരുംപടി ചേർക്കാനും വരാം, അല്ലാതെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ, അന്തരീക്ഷ പാളികൾ, ഇന്ത്യൻ ജോഗ്രഫിയിലെ അന്തരീക്ഷ പാളികൾ കേട്ടോ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. നമുക്കവിടെ ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക്സ് ദുരന്ത നിവാരണം. അപ്പോൾ അതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതിൻ്റെ അധ്യക്ഷൻ ആരാണ്, ഉപാധ്യക്ഷൻ ആരാണ്, പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഓക്കെ, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. നമ്മൾ അതിൻ്റെ ഉടനെ തന്നെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുരന്ത നിവാരണം നിങ്ങൾ പഠിക്കണം. റിട്ടുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമം, അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഈ കേന്ദ്ര ബഡ്ജറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ, കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ പോക്സോ ആക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, പോക്സോ ആക്ടിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ദെൻ ഇവിടെ വിവരാവകാശ നിയമം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ വരുന്ന വകുപ്പുകളും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൗലികാവകാശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ ഇന്ത്യൻ നദികളും ഇന്ത്യൻ കാലാവസ്ഥയും, ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ പാളികൾ, ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, +1+2 ടെക്സ്റ്റ് ബുക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കണം. ഇന്ത്യൻ നദികൾ, അപ്പോൾ അവിടെ നദീവ്യൂഹങ്ങളെക്കുറിച്ചൊക്കെ +1+2 നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ക്ലാസ്സുകളെല്ലാം NCERT ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടാൽ മതിയാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ നമുക്ക് PDF അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് വെച്ച് വായിച്ച് പഠിക്കുക കേട്ടോ. ഇന്ത്യൻ നദികളും കാലാവസ്ഥ, അതുപോലെ അന്തരീക്ഷ മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് +1+2 ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നോക്കുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കേട്ടോ, അതായത് GNP എന്ന് പറയില്ലേ,
GDP, GNP, എക്കണോമിക്സിൻ്റെ ഭാഗത്ത് GDP, GNP, അതുപോലെ NNP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഡിപ്രീസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ GDP, GNP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പഠിക്കുക കേട്ടോ എക്കണോമിക്സിൻ്റെ ഭാഗത്ത്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. സംസ്ഥാന പുനഃസംഘടന, നീതി ആയോഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് നമുക്ക് പ്രസ്താവന രീതിയിൽ ചോദ്യം കിട്ടുന്ന ഭാഗമാണ്. പഞ്ചവത്സര പദ്ധതികൾ, പ്രധാനമായും പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാലഘട്ടവും അവയുടെ ലക്ഷ്യങ്ങളും SCERT-യിൽ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ GDP, GNP, ഐക്യ കേരള പ്രസ്ഥാനം, സംസ്ഥാന പുനഃസംഘടന, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ. അടുത്ത ടോപ്പിക്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കാവുന്നതാണ്. പിന്നെ റെവല്യൂഷൻസ്, വിപ്ലവങ്ങൾ കേട്ടോ. അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ നമ്മൾ SCERT ചാപ്റ്റർ എടുത്ത് തന്നിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ വിപ്ലവങ്ങളുടെ ഓരോ ക്ലാസ് റൂം സെഷനായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും, കണ്ടു നോക്കുക. അപ്പോൾ റെവല്യൂഷൻസ്, വിപ്ലവങ്ങൾ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കുക. അതിലുള്ള കോഡ്സ് ഒക്കെ കൊടുത്തിട്ട് അത് അതുപോലെ ചോദിക്കുന്നുണ്ട്. എങ്കിൽ ഓരോ വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്, ആ രീതിയിൽ പ്രസ്താവനാ ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ചൈനീസ് വിപ്ലവത്തിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്. റഷ്യൻ വിപ്ലവം പറയുമ്പോൾ എല്ലാ വിപ്ലവവും വരും. കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ വിപ്ലവങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മൾ ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തി ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ആദ്യഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും ധർമ്മരാജയെക്കുറിച്ചും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക്, ഞാൻ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊന്ന് കണ്ട് പഠിച്ചു നോക്കുക. പിന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പേരെക്കുറിച്ചും പഠിച്ചിരിക്കുക. അടുത്തത് ഫിഫ വേൾഡ് കപ്പ് കേട്ടോ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. 2022 നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചേക്കണം. നൊബേൽ പ്രൈസും പഠിച്ചേക്കണം. നൊബേൽ പ്രൈസ് നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ്, നൊബേൽ പ്രൈസ്, പിന്നെന്താ ഉപഭോക്തൃ സംരക്ഷണ നിയമം, വിപ്ലവങ്ങൾ, മാർത്താണ്ഡവർമ്മ, പോർച്ചുഗീസ്, ഡച്ച്, ഇത്രയും ടോപ്പിക്സ്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാണ്. RBIനെ കുറിച്ച് അല്ലേ, ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിൽ റിപ്പോ നിരക്ക് എന്താണ്, റിവേഴ്സ് റിപ്പോ അല്ലേ, റിവേഴ്സ് റിപ്പോ, അതുപോലെ ബാങ്ക് റേറ്റ്, CRR, SLR, ഇതെല്ലാം എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ വിശദമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ അവിടെ ദേശീയ പാർട്ടികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്, സംസ്ഥാന പാർട്ടികൾ, അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ടോപ്പിക്ക് പഠിക്കണം. പിന്നെ സ്പോർട്സിൻ്റെ വേദികൾ കേട്ടോ. സ്പോർട്സിൻ്റെ വേദികൾ അതിൽ പ്രത്യേകമായിട്ട് ഒളിമ്പിക്സ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഒളിമ്പിക്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. എങ്കിലും എല്ലാ സ്പോർട്സിൻ്റെയും വെന്യൂസ് പഠിക്കുന്നത് നല്ലതായിരിക്കും. വേദികൾ പഠിക്കണം. അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ സ്പോർട്സിൻ്റെ വേദികൾ പഠിക്കുക. പ്രത്യേകമായിട്ടും ഒളിമ്പിക്സ് നന്നായിട്ട് പഠിക്കുക. അടുത്തത് IT-യിലെ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ +1 +2 കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മെമ്മറിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് കണ്ട് പഠിക്കാവുന്നതാണ്. പിന്നെ INC, ഇൻ്റർനാഷണൽ കോൺഗ്രസ് പഠിക്കുക. അതിൽ ലാഹോർ സമ്മേളനം ഉണ്ടല്ലോ, ലാഹോർ സമ്മേളനം, അതിൻ്റെ അധ്യക്ഷൻ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, പൂർണ്ണ സ്വരാജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് എന്തായാലും നിർബന്ധമായിട്ട് മുഴുവൻ കാര്യങ്ങളും പഠിക്കുക. പിന്നെ INC-നെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചെടുക്കുക. ലാഹോർ സമ്മേളനം മസ്റ്റായിട്ടും പഠിക്കണം. അത് വിട്ടുകളയാൻ പാടില്ല. ഓക്കെ. പിന്നെ അടുത്ത ടോപ്പിക്കാണ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ
യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അത് ഏത് പട്ടികയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അനുച്ഛേദം എത്രയാണ്, ഓരോ ലിസ്റ്റിലും വരുന്ന കാര്യങ്ങൾ അല്ലേ, യൂണിയൻ ലിസ്റ്റിൽ എത്ര എന്താണ് ടോപ്പിക്കുകളുണ്ട് അല്ലേ, യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ്, സംസ്ഥാന ലിസ്റ്റിൽ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇത്രയും ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. 1857 റിവോൾട്ട്, ഭരണഘടനാ നിർമ്മാണ സഭ, ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ ആക്ട്, കേന്ദ്ര ബഡ്ജറ്റ്, നിർദ്ദേശക തത്വങ്ങൾ, അന്തരീക്ഷ പാളികൾ, ദുരന്ത നിവാരണം, റിട്ട്, വിവരാവകാശ നിയമം, മൗലികാവകാശം, മനുഷ്യാവകാശ കമ്മീഷൻ, ഇന്ത്യൻ നദികൾ, കാലാവസ്ഥ, GDP, GNP അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐക്യ കേരള പ്രസ്ഥാനം, സംസ്ഥാന പുനഃസംഘടന, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, വിപ്ലവങ്ങൾ, മാർത്താണ്ഡവർമ്മ, പോർച്ചുഗീസ്, ഡച്ച്, ഫിഫ വേൾഡ് കപ്പ്, നൊബേൽ പ്രൈസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, സ്പോർട്സിൻ്റെ വേദികൾ പ്രത്യേകിച്ച് ഒളിമ്പിക്സ്, IT-യിൽ മെമ്മറി എന്ന് പറയുന്ന ഭാഗം, ഇൻ്റർനാഷണൽ കോൺഗ്രസ്, എസ്പെഷ്യലി ലാഹോർ സമ്മേളനം, പിന്നെ വരുന്നത് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് 3ാം ഘട്ട പരീക്ഷയ്ക്ക് പോകുന്നവർ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് പറയുവാണ് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക. ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് 2 ഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സും അങ്ങനെയെല്ലാം നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 3ാം ഘട്ടക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് വന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്